കഴുത്തിലോ അണ്ടർ ആംസിലോ കണ്ണിമയുടെ ഭാഗത്തോ ചെറിയ സ്കിൻ ടാഗ്സ് വന്നിട്ടുണ്ടോ? അത് പതിയെ എണ്ണം കൂടുകയോ വലുതാകുകയോ ചെയ്യുന്നതായി തോന്നാറുണ്ടോ? പലരും ഇതിനെക്കുറിച്ച് ഭയക്കാറുണ്ട്. ഇത് ക്യാൻസർ ആണോ? ഇത് പടരുമോ? ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? സ്കിൻ ടാഗ്സ് എന്താണ്? എപ്പോൾ ശ്രദ്ധിക്കണം? പറഞ്ഞുതരാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. സ്കിൻ ടാഗ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് കഴുത്തില്, അണ്ടർ ആംസ്, കണ്ണിമ, തൈസ് തമ്മിൽ ഉരസുന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ്. സ്കിന്ന് തമ്മിൽ കൂടുതൽ ഉരസുന്ന ഭാഗങ്ങളിൽ ഇവ കൂടുതലായി ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് സ്കിൻ ടാഗ്സ് വരുന്നത്? പ്രായം കൂടുന്നതനുസരിച്ച് സ്കിൻ ടാഗ്സ് വരാനുള്ള സാധ്യത വർദ്ധിക്കും. അമിതവണ്ണമുള്ളവരിലും ഡയബറ്റിസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിലും സ്കിൻ ഫോൾസ് കൂടുതലുള്ളവരിലും ഇവ കൂടുതൽ കാണാം. ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ടും ഇവ കൂടുതലായി കാണാം. സ്കിൻ ടാഗ്സ് അപകടകരമാണോ? മിക്ക സ്കിൻ ടാഗ്സും അപകടകരമല്ല. എന്നാൽ വസ്ത്രത്തിലോ ആഭരണത്തിലോ കുടുങ്ങി വേദനിക്കുകയോ രക്തം വരികയോ സൗന്ദര്യപരമായി ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാം. ഒരു പ്രധാന കാര്യം, എല്ലാ സ്കിൻ ഗ്രോത്തുകളും സ്കിൻ ടാഗ് ആയിരിക്കണമെന്നില്ല. ഒരു വളർച്ച പെട്ടെന്ന് വലുതാകുകയോ നിറം മാറുകയോ ക്രമമില്ലാത്ത ആകൃതിയിലാവുകയോ അല്ലെങ്കിൽ ആവർത്തിച്ച് രക്തം വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് പരിശോധിക്കണം. സ്കിൻ ടാഗ്സ് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ആ വീഡിയോ കാണാനായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും. നിങ്ങൾക്കും സ്കിൻ ടാഗ്സ് ഉണ്ടോ? കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യും.